വണക്കം. ബി ജെ പി, കേരള ബി ജെ പി. ഞാൻ ഇതുവരെ ഈ പണ്ടാരത്തിനെ KJP എന്ന് വിളിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് തോന്നും, പണ്ടാരോ, എന്താണ് നീ പറയുന്നത്? എടാ, നമ്മുടെ പാർട്ടിയെ നീ എന്താണ് ഇങ്ങനെ നിനക്ക് തലയ്ക്കുമല്ലോ ഓ എന്നൊക്കെ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഇത്തവണ BJP കാണിച്ചൊരു തെണ്ടിത്തരമൊന്നല്ല, ഇതിനെ ചെറ്റത്തരം എന്ന് പറഞ്ഞാലും പറ്റില്ല. സംസ്കാരത്തിന് നിലക്കാത്ത ഭാഷയാണ്. എങ്കിലും പറയാതിരിക്കാൻ യാതൊരുവിധ നിവൃത്തിയുമില്ല എന്നുള്ളത് കൊണ്ട് പറഞ്ഞു പോവുകയാണ്. സംഭവം വേറൊന്നുമല്ല. ഇത്തവണ നമ്മൾ ഏറ്റവും കൂടുതൽ വിജയം പ്രതീക്ഷിച്ചിരുന്നത് എവിടെയാണ്? ഞാൻ ചോദിക്കുന്നത് BJPയുടെ താഴെത്തട്ടിൽ BJPക്ക് വേണ്ടി പണിയെടുത്ത് നൊരയും പതയും വരുന്ന പാവപ്പെട്ട BJP അണികളോടാണ്, നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. എവിടെയാണ് നിങ്ങൾ ഏറ്റവും വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നത്? തൃശ്ശൂർ പത്മജ വേണുഗോപാൽ വിജയിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നില്ലേ? വിചാരിച്ചിരുന്നു. ഞാനടക്കം വിചാരിച്ചിരുന്നു പത്മജ വേണുഗോപാൽ വിജയിക്കും എന്നു. കാസർഗോഡ് അശ്വിനി വിജയിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നില്ലേ? ഞാനടക്കം വിചാരിച്ചിരുന്നു അശ്വിനി വിജയിക്കും എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ജിതിൻ ദേവ് വോട്ടുയർത്തി വലിയ രീതിയിൽ കൊണ്ടുവരും എന്ന് വിചാരിച്ചിരുന്നില്ലേ? ഞാനടക്കം വിചാരിച്ചിരുന്നു. കൃത്യമായി ഇവരെല്ലാവരും മുന്നിലേക്ക് വരുമെന്ന്. പക്ഷേ ഇവർ മുന്നിലേക്ക് വന്നില്ല. പത്മജയൊക്കെ ഹാട്രിക്ക് വിജയം പത്മജ നേടിയിരിക്കുന്നു എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയടിച്ചത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ഈ മാധ്യമപ്രവർത്തകയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മാധ്യമപ്രവർത്തകയെ നിങ്ങൾക്കറിയാമായിരിക്കും. കേരളത്തിലെ കൊടികെട്ടിയ സംഘപരിവാർ വിരുദ്ധയാണ് ഈ മാധ്യമപ്രവർത്തക എന്ന് പറയുന്നത്. പേര് അപർണ സെൻ. ഈ അപർണ സെൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക BJP വിരുദ്ധയാണ്. BJPക്കാരെ എവിടെ വെച്ച് കണ്ടാലും, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, കേരളത്തിൽ UDF ഉണ്ട്, BJP സംഘപരിവാർ ആശയത്തോടെ പുച്ഛമാണ് എനിക്ക് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് ഈ അപർണ സെൻ എന്ന് പറയുന്ന ഈ മാധ്യമപ്രവർത്തക. സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. ഇത്തവണ 68 ലക്ഷം രൂപയ്ക്കാണ് ഇവർ BJPയിൽ PR ചെയ്തിരിക്കുന്നത്. എത്രയാണ്? 68 ലക്ഷം രൂപ. അതായത് നമ്മുടെ BJPയിലെ നമ്മുടെ അണ്ണന്മാർ അപർണ സെന്നിനെ വിളിച്ചു വരുത്തി തൃശ്ശൂർ പത്മജയ്ക്ക് PR ചെയ്ത് തരുമോ എന്ന് പറഞ്ഞ് 68 ലക്ഷം രൂപ, ഇതിൽ 50 ലക്ഷം രൂപ ഈ യുവതി കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ യുവതിയെ വച്ച് ഇവർ വാർത്ത കൊടുപ്പിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നല്ല അന്തസ്സായിട്ട് പത്മജ വേണുഗോപാലിനെയും അശ്വിനിയെയും ഈ 3 സ്ഥലത്താണ് ഇവർ PR എടുത്തത്. എത്ര ലക്ഷം രൂപയ്ക്ക്? 68 ലക്ഷം രൂപ പറഞ്ഞു. 50 ലക്ഷം രൂപ ഇവർക്ക് കിട്ടി എന്നുള്ള റിപ്പോർട്ടുകളാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ പൈസയ്ക്ക് ഇവർ നല്ല അന്തസ്സായിട്ട് ഇവരെ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ്. BJP വിരുദ്ധ, സംഘപരിവാർ വിരുദ്ധ. ഒരു കാര്യം ആലോചിച്ച് നോക്കണം. BJPക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരുപാട് അണികളുണ്ട്. ആ അണികളുടെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. ആ പാർട്ടിയെ ഇത്രയും വലിയൊരു ഗതികേടിലേക്ക് കൊണ്ട് ചാടിച്ചത് ആരാണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ നമ്മൾ ഉയർത്തണ്ടേ? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വലിയ കോർപ്പറേറ്റ് ഭീമൻ BJPയുടെ തലപ്പത്തിരിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? കിട്ടാവുന്നൊരു സീറ്റ് അവിടെ നിന്നും പോയതിന് പിന്നിൽ ഈ യുവതിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പിന്നീട് MV നികാഷ് കുമാറിനോട് ഇവർ പറഞ്ഞതായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചു. അതായത് LDF ക്യാമ്പുകളൊന്നും ഈ വിഷയം അറിഞ്ഞിട്ടില്ല, ഇവരവിടെ പോയി PR ചെയ്തു എന്ന് അറിഞ്ഞിട്ടില്ല. നികേഷ് കുമാറിനോട് ഇവർ എങ്ങനെയോ, നികേഷ് കുമാർ മണത്തറിഞ്ഞു, സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് വരവുകയാണല്ലോ. അങ്ങനെ ഇവർ പറഞ്ഞ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇവർ നികേഷ് കുമാറിനോട് പറയുന്നത് അവരുടെ രഹസ്യങ്ങൾ ചോർത്താനായി നൈസായിട്ട് ഞാൻ അവിടെ പോയി പ്രവർത്തിച്ചെന്നേ ഉള്ളൂ എന്നാണ് ഇവർ പോയി പറഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. ആദ്യം കുറേ കാലം ഇവിടെയുള്ള BJPയും BJPക്കാരും ഷാജൻ സ്കറിയെ താങ്ങി പിടിച്ചുകൊണ്ട് നടന്നു. അവസാനം ഇലക്ഷനായപ്പോൾ ഷാജൻ സ്കറിയെ കോൺഗ്രസ്സുകാരനായി കൃത്യമായി പരിണമിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? BJPയെ അടിച്ചണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാം കൃത്യമായി ഷാജൻ സ്കറിയ BJPക്ക് എതിരായിട്ടുള്ള വാർത്തകളെല്ലാം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു. പാലക്കാട് ശോഭ തോക്കുമെന്ന് പറയുന്നു. അങ്ങനെ പല പല കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇനിയിപ്പോൾ ഷാജൻ സ്കറിയുടെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, UDFനെ തച്ചിനിൽ നിന്ന് എന്തായാലും ന്യായീകരിക്കുമല്ലോ ഷാജൻ സ്കറിയ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെണ്ണ് കേസ് വരെ ഒരു നാണവും മാനവും ഇല്ലാതെ ന്യായീകരിച്ചതാണ്. അവൻ്റെ മലവും മൂത്രവും വരെ ഭക്ഷിച്ച് ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഭരിക്കുന്ന UDFനെ കുറ്റം പറയാൻ പറ്റില്ല. കുറ്റം പറയാനായിട്ട് LDF ആണെങ്കിൽ ഇപ്പോൾ ഭരണത്തിനുമില്ല. അതുകൊണ്ട് BJPയെ പോയിട്ട് നൈസായിട്ട് വ്യൂസ് അടിക്കുക, അതായിരിക്കും അണ്ണൻ്റെ ഒരു ലൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, ബംഗാളിൽ BJPയുടെ അതിഭീകര തന്ത്രം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഈ BJPക്കാരും ഈ ഇലക്ഷൻ സമയത്ത് മറ്റേ ഇവൻ അതായത് BJP വിരുദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ സുജിത് ഭക്തൻ,
ഷാരിഖ് ഷംസുദ്ദീൻ എന്നിങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നതെങ്കിലും ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇവരുടെ വീഡിയോകളിലൂടെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവും. സുജിത് ഭക്തനൊക്കെ BJP അച്ഛൻ പുച്ഛൻ തെറി പറയുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോയി അവർക്ക് PR കൊടുക്കുക, അങ്ങനെ ചെയ്യുക. അതും തോൽവിയുടെ ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിലപാടിൻ്റെ പുറത്ത് വാർത്തകൾ ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാർ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ BJPക്ക് വേണ്ടി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കണ്ണും മിഴിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അത് മനസ്സിലാക്കണം. പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് അവരൊക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെയും അവർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. അല്ലാതെ 10 കാശ് കിട്ടുമ്പം അപ്പുറത്തേക്ക് ഓടിക്കുണൂണാന്ന് പോകുന്ന സ്വഭാവം അവർക്കില്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം. അവരവരുടെ പ്രവർത്തനമായിട്ട് ഇപ്പം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ അവരുടെ പ്രവർത്തനത്തിനെ കൂടെ തടയുന്ന രീതിയിലാണ് ശത്രുപക്ഷത്തിന് കൊണ്ടുപോയി ലക്ഷങ്ങൾ കൊടുത്ത് PR-നെ അവരെ ഈ BJP ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് അവരെ PR-ന് വേണ്ടി അവിടെ ഇരുത്തുന്നത്. അവർ PR-ന് വേണ്ടി അവിടെ ഇരുത്തുമ്പോൾ ഒരു പൈസയും വാങ്ങിക്കാത്ത ഒരു പൈസയും വാങ്ങിക്കാത്ത ഒരുപാട് സോഷ്യൽ മീഡിയ കണ്ടൻറ് ചെറിയ BJP പ്രവർത്തകരായിരിക്കും. അങ്ങനെയുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് തുരങ്കം വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇവർ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവരൊരു സ്ഥലത്തു നിന്ന് ഓരോ കാര്യം ഇങ്ങനെ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ശത്രുപക്ഷത്തിന് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഊട്ടി ഉറപ്പിച്ചിരുത്തുന്നു. എന്നിട്ട് പറയുകയാണ് ചെയ്തോ, നമുക്ക് വേണ്ടി ചെയ്തോ. അവരെന്ത് ചെയ്യും? നമുക്ക് അനുകൂലമായിട്ട് ചെയ്യുമെന്നാണ് വിചാരിക്കുക. BJPയുടെ പുച്ഛമുള്ള ഒരു വ്യക്തി BJPക്ക് അനുകൂലമായിട്ട് ചെയ്യുമെന്നാണോ നിങ്ങൾ വിചാരിക്കുക? നിങ്ങൾക്ക് ഏത് മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് അടുത്ത കാര്യമെന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ കുഴിയിൽ കിടക്കുമ്പോഴും അവന്മാരെ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ കയറിപ്പോകുമ്പോഴും അവരെ ഉണ്ടാവും. ഇനി നാളെ നിങ്ങൾ കുഴിയിലോട്ട് പോയാലും അവരെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വൃത്തികേട് കാണിച്ചിട്ട് അവരുടെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കരുത്. കാരണം അവരുടെ വിയർപ്പും അധ്വാനവും പണവുമാണ് ഈ പാർട്ടി എന്ന് മനസ്സിലാക്കിയിരിക്കുക കൃത്യമായിട്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കൂടെ നിൽക്കുന്നവനെ ചേർത്ത് നിർത്തണമെന്നൊന്നും ആരും പറയുന്നില്ല. കൂടെ നിൽക്കുന്നവനെ ചേർത്ത് നിർത്തണ്ട, പക്ഷേ ചവിട്ടി താക്കരുത്. ഇത് ഒരു താക്കീതാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒന്നും കാണൂല. അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു, ഇല്ലെങ്കിൽ ഒന്നും കാണൂല. കൂടെ നിർത്തുന്നവനെ ചേർത്ത് നിർത്തണ്ട, പക്ഷേ ചവിട്ടിത്താക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് വളരെ മ്ലേച്ഛമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവും ഇല്ല. അങ്ങനെ ചവിട്ടിത്താക്കുകയാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുണ്ടല്ലോ, നിങ്ങൾ ബിരിയാണി കൊടുത്തിട്ട് കൂടെ നിൽക്കുന്നവനെ ചവിട്ടിത്താക്കുമല്ലോ, ശത്രുവിന് ബിരിയാണി കൊടുത്തിട്ട് കൂടെ നിൽക്കുന്നവനെ ചവിട്ടിത്താത്തുമല്ലോ. അങ്ങനെ ചവിട്ടിത്താത്തി കഴിഞ്ഞാൽ ഈ ബിരിയാണി കൊടുത്തവൻ നിങ്ങളെ മണ്ണിട്ട് മൂടും എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഈ അപർണ സെൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക റിപ്പോർട്ടർ ചാനലിൽ നികേഷ് കുമാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന മാധ്യമപ്രവർത്തകയാണ്. അവിടെയുള്ള ജേർണലിസ്റ്റുകളെ ഏറ്റവും അധികം ദ്രോഹിച്ച, അതായത് സംഘപരിവാർ അല്ലെങ്കിൽ RSS അല്ലെങ്കിൽ BJP ചായ്വുള്ള ജേർണലിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് ഈ അപർണ സെൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകയാണ്. കാരണം ശബരിമല പ്രക്ഷോഭ വിഷയത്തിലെല്ലാം അവർക്കൊന്ന് വാ തുറക്കാൻ പോലും ഈ അപർണ സെൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഇവർ പിക്ക് ചെയ്തെടുക്കും. അങ്ങനെ പിക്ക് ചെയ്തെടുത്ത് നികേഷ് കുമാറിൻ്റെ അടുത്ത് പോയി ഇവനെ ഇവിടെ നിന്ന് പുറത്താക്കണം, ഇവനൊന്നും ജോലി ചെയ്യേണ്ടതല്ല ഇവിടെ എന്ന് പറഞ്ഞ് എക്സ്പ്ലനേഷൻ, മെമോ ഇതെല്ലാം അടിച്ചു കൊടുക്കലാണ് ഈ യുവതിയുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ. ആ യുവതിയാണ് ഇത്തവണ BJPക്ക് വേണ്ടി PR ചെയ്യാൻ വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു തെണ്ടിത്തരമാണ് BJP കാണിക്കുന്നത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ല, നിങ്ങൾ തന്നെ പറ, ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ പറയണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ പണി ഇപ്പോഴെന്ന് പറഞ്ഞാൽ PR വർക്കുകൾ എടുക്കുക എന്നുള്ളതാണ്. LDFിൽ നിന്ന് PR വർക്ക് ഇവരെടുത്തു. എവിടെയാണ് എടുത്തത്? വടകരയിൽ ശൈലജയുടെ PR എടുത്തു. ശൈലജ അവിടെ നൈസായിട്ട് തേഞ്ഞു, 8 നിലയെ പൊട്ടി. ഷാഫി പറമ്പിൽ അവരെ പൊട്ടിച്ചു. അതിനുശേഷം ഇവർ LDF വിമതയായി മാറുകയായിരുന്നു. വീണ ജോർജ് അടക്കം ഇവർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇവർക്ക് LDFിൽ നിന്ന് PR കിട്ടാതായി. മലബാർ മേഖലയിൽ നിന്നും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF സ്ഥാനാർത്ഥികളുടെ PR സമ്പൂർണ്ണമായിട്ട് എടുക്കാൻ നോക്കിയപ്പോൾ LDF കൊടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇവർ രമേശ് ചെന്നിത്തലയുടെ അടുത്ത് പോയിട്ട് ആ PR എങ്കിലും ഞങ്ങൾക്ക് തരണം എന്നാണ് കൃത്യമായിട്ട് അവർ പറഞ്ഞത്. പക്ഷേ രമേശ് ചെന്നിത്തലയും കോൺഗ്രസും ഇവരെ അടുപ്പിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇവർ അവിടെ നിന്നും പടിയിറങ്ങിയപ്പോഴാണ് BJP വാങ്കറുതുക്ക് വാങ്കോ എന്ന് പറഞ്ഞ് ഇവരെ PR ഏൽപ്പിക്കുന്നത്. ഇവരെ അങ്ങനെ PR ഏൽപ്പിക്കുമ്പോൾ ഇവർ വച്ച പ്രപ്പോസൽ 68 ലക്ഷം രൂപ എനിക്ക് തരണം എന്നുള്ളതാണ്. അതിൽ 50 കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് കൃത്യമായിട്ടൊരു ലെറ്റർ പോലും ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. BJP ഇവർക്ക് PR കൊടുത്ത ശേഷം അണികൾക്കിടയിൽ വലിയ അമർഷമുണ്ടായി കൃത്യമായി അവർ മനസ്സിലാക്കിയൊരു കാര്യം.
അതുമാത്രമല്ല, അത് കഴിഞ്ഞ് ഇതവർ പാർട്ടിയിൽ പരാതിപ്പെട്ടപ്പോൾ ശ്യാംകുമാറിനെ ഇവരെ നിരീക്ഷിക്കാനായിട്ട് വെച്ചു. ഇവരെങ്ങനെയാണ് PR ചെയ്യുന്നത് എന്നുള്ളത് നിരീക്ഷിക്കാനായിട്ട് ശ്യാംകുമാറിനെ വെച്ചു. പോരാത്തതിന് BJPയുടെ ഉന്നതതല നേതൃത്വം വിനോദ് താവഡെ അടക്കമുള്ള വ്യക്തികൾ ഇവരുടെ PRൽ പിന്നീട് ഇടപെട്ടു. കാരണം ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഇടപെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും BJPക്കകത്ത് കൃത്യമായിട്ടുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതായത് BJPക്ക് വേണ്ടി തെറിവിളി കേട്ടും BJPക്ക് വേണ്ടി വലിയ രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ മറ്റതാണ് മറിച്ചതാണ്, ഇവിടെ അവർ ജയിക്കും, ഇവിടെ മറ്റവർ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രമോഷൻ കൊടുത്ത് ആതും ഈതും ചപ്പും ചവറും ഒക്കെ ചെയ്ത് നടക്കുന്ന പാവപ്പെട്ട ആൾക്കാരുണ്ട്. ആ പാവപ്പെട്ട ആൾക്കാർക്ക് ഈ PR കൊടുത്തില്ലെങ്കിൽ ഇതിലും ഭംഗിയായിട്ട് അവർ ചെയ്തു കൊടുക്കില്ലായിരുന്നു. ആ പാവപ്പെട്ട ആൾക്കാർ, ആ പാവപ്പെട്ട സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവർക്ക് കൊടുത്തില്ലെങ്കിൽ ഇതിലും ഭംഗിയായിട്ട് അവർ ചെയ്തു കൊടുക്കില്ലായിരുന്നു. അപ്പോഴാണ് BJPയിൽ അറിയപ്പെടുന്ന ഒരു സംഘവിരുദ്ധ എന്ന് പറയുന്ന ഇവരെ കൊണ്ടുവന്ന് PR കൊടുക്കുന്നത്. എന്ത് ധാർമ്മികതയുണ്ട്, എന്തൊരു വൃത്തികേടാണ് ഈ കാണിച്ചത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞു പോയതാണ്, അതെല്ലാം പാളിപ്പോയില്ല. എന്തായാലും പത്മജ വേണുഗോപാലിനെ പൊട്ടിച്ച് കൈ കൊടുത്തത് ഇവരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവർ തന്നെയാണ് പത്മജ വേണുഗോപാലിനെ അത് ഇവർ കൃത്യമായിട്ട് LDF ക്യാമ്പിൽ അറിയിച്ചിട്ടുണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നു. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഇത്തവണ പാളിപ്പോയി. ഇത്തവണ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് എവിടെ നിന്നാണ്? ഞാൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ കൃത്യമായി പറഞ്ഞു, ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൻ്റെ പിറകിൽ പോകരുത്. അത് കൃത്യമായി പറഞ്ഞു. ഞാൻ സെൻകുമാർ സാറുമായിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്തു. അതിൽ അദ്ദേഹം പറഞ്ഞു, കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ തോറ്റില്ലേ? പല സ്ഥലങ്ങളിലും ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. ഓക്കെ, ഫൈൻ, ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൻ്റെ പിറകെ പോകല്ലോ. ഒന്നാമത്തെ കാര്യം, എത്ര പാവപ്പെട്ട സഭകളുണ്ട് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ. ധീവരസഭ, വിശ്വകർമ്മ സഭ, KPMS, ഇതുപോലെയുള്ള എത്ര പേര് അതിൽ നിന്നൊക്കെ നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ട് വരണം, അവരുടെ വോട്ടുകൾ പിടിക്കണം. അതല്ലേ യഥാർത്ഥത്തിലുള്ള വിപ്ലവം എന്ന് പറയുന്നത്. ഇത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് മുന്നിലോട്ട് വെച്ച കാര്യം എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സമ്പൂർണ്ണമായും പാളിപ്പോയി. പിന്നെ ഇത്തവണ 3 പേര് ജയിച്ചപ്പോൾ അതിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയത് ഈഴവരും പിന്നെ വിശ്വകർമ്മ സഭയുമാണ് എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും വിചാരിച്ചില്ല, അല്ലെങ്കിൽ BJP ഇപ്പോഴും മുട്ടയിട്ടിരുന്നേനെ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി ഇതിൻ്റെ പേരിൽ എന്നെ തലകീഴായി മുളകരച്ച് കെട്ടിത്തൂക്കിയാലും എനിക്കൊരു കുന്തോ ഇല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് പറഞ്ഞില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നിമ്മതിയും കിട്ടൂല, ഉറക്കവും കിട്ടൂല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ അറിയട്ടെ, നാട്ടുകാരറിയട്ടെ, ജനങ്ങളറിയട്ടെ, എല്ലാവരും അറിയട്ടെ ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. ഇനി അടുത്ത തവണ നികേഷ് കുമാറിന് PR കൊടുത്താലും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, എന്താ പൊന്നോ, നമസ്കാരം.